ഒരാൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 5ാമത്തെ ഘട്ടമാണ് അയാളുടെ സക്സസ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ സക്സസ് ആവുന്ന ഘട്ടം 5ാമത്തെ ഘട്ടമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിൽ 1ാമത്തെ ഘട്ടം ഈ ഹിഡൻ ആയിട്ട് സ്വപ്നമുള്ള ആളുകൾക്കാണല്ലോ ശരിക്ക് ലൈഫ് സക്സസ് എന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഡ്രീംസ് എല്ലാം സാധാരണഗതിയിൽ ഹിഡൻ ആയിരിക്കും. അവർ അതിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത കാരണമോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണമോ അവർ ഈ ഡ്രീംസിലോട്ടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഡ്രീംസിലോട്ട് ശ്രദ്ധിച്ച് ആ ഡ്രീംസിനെ നന്നായിട്ട് കെട്ടഴിച്ച് പുറത്തോട്ട് വിട്ട് ആ ഡ്രീംസിനെ നന്നായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നാണ് നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഖനനം ചെയ്ത് സ്വർണം എടുക്കുന്ന പോലെ നമ്മൾ ഖനനം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കിട്ടും, മണ്ണും പല പല കാര്യങ്ങളും കിട്ടും, അതിൽ സ്വർണം ഉണ്ടാവും. അപ്പോൾ ഈ മണ്ണൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, ഈ സ്വർണം മാത്രം അതൊന്ന് ഉരുക്കിയെടുക്കുന്ന പോലെ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന പോലെ ഈ ഡ്രീമിൽ നിന്ന് ഗോൾ സെറ്റ് ചെയ്യുക, ഒരു കൃത്യമായ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വർക്ക് ചെയ്യുന്നതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മേഖലയിലായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും പഠിച്ച് കിട്ടിയ ജോലിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഇഷ്ടപ്പെടുന്നതാണോ, അത് അവർക്ക് ഡെപ്തിലോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നതാണോ, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണോ, അവരുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയ ആണോ എന്നൊന്നും നോക്കിയിട്ട് ആയിരിക്കില്ല അവർ ആ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നത്. അവരുടെ സ്ട്രെങ്ത്തും അവരുടെ യുണീക്നെസ്സും അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളും ഏത് മേഖലയിലാണ് അവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യം, പിന്നെ അവരുടെ വാല്യൂ സിസ്റ്റം, ഇതെല്ലാം കണ്ടെത്തി ഇതിൽ നിന്നാണ് അവരുടെ ഒരു കൃത്യമായ മേഖല കണ്ടെത്തേണ്ടത്, ഏത് മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മോഹൻലാൽ അഭിനയം, സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ യൂസഫ് അലി ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആമസോൺ ജെഫ് ബസോസ് ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഏത് മേഖലയാണ് നമ്മളുടെ മേഖല, അല്ലെങ്കിൽ ഇപ്പോൾ യേശുദാസ് പാട്ട് പാടുന്നു എന്ന് പറയുന്ന പോലെ ഏതാണ് നമ്മളുടെ മേഖല എന്ന് നമുക്ക് നമ്മളതിൽ പ്രവർത്തിക്കുന്തോറും നമുക്കതിൽ നിന്ന്, അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര ട്രാവൽ ചെയ്യുന്ന പോലെ നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്തോറും നമ്മളിലോട്ട് എനർജി കയറി വരുന്ന മേഖല കണ്ടെത്തുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടം. കാരണം ആ മേഖലയിലോട്ട് പ്രവർത്തിച്ചാലാണ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ആ മേഖല കിട്ടിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പൊട്ടൻഷ്യൽ ഉള്ളതാണോ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ളതാണോ എന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്നും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എങ്ങനെയൊക്കെ കൊടുക്കാം, അതായത് അതിന് ഏതെല്ലാം രീതിയിൽ ലിവറേജ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ അതർ ഇൻകം സോഴ്സസ് കണ്ടെത്താം ആ മേഖലയിലൂടെ. ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അറിവുകളാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ മാത്രം പൊട്ടൻഷ്യലുള്ള മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മേഖലയെ ആ രീതിയിലോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയോടെ കുറേ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിലൂടെ പോയിട്ട് കാര്യമില്ലോ, നമുക്ക് ഒരുപാട് സമയം, ഒരുപാട് എനർജി എല്ലാം നഷ്ടമാവും. അപ്പോൾ അതെല്ലാം ആവാതിരിക്കാനാണ്, അങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളിപ്പോൾ വീട് വെക്കണം എന്നുള്ള ലക്ഷ്യം. ആ വീട് വയ്ക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണം. കാരണം ആ പ്ലാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കല്ലും കുറേ ഇഷ്ടികയും കുറേ മണലും കുറേ പെയിൻറ്റും എല്ലാം കൊണ്ടുവന്ന് കുറേ കമ്പി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ പണിക്കാരോട് എല്ലാം ഉണ്ടായിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വീടായിരിക്കില്ല കിട്ടുക. പണ്ട് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ അത് പ്ലാൻ വരച്ച് എലിവേഷനെല്ലാം വരച്ച് നമ്മൾ കാണും. ഇപ്പം അത് 3D ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിലിട്ടിട്ട് കണ്ടിട്ട് അതിൻ്റെ കളറടക്കം കണ്ടിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ തുടങ്ങുന്നത്. നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർക്കോ അവർക്കും കൃത്യമായ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആവശ്യമില്ലാത്ത ചിലവുകളും സമയനഷ്ടവും ചിലവുകളും എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ ലക്ഷ്യം ക്ലിയർ ആക്കുന്നു, നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ മേഖല സെറ്റ് ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തുന്നു എന്നുള്ളതാണ് 2 ഘട്ടങ്ങൾ. ഒന്ന് ഡ്രീമിൽ നിന്ന് ഗോൾ സെറ്റ് ചെയ്യുന്നു, 2ാമത്തെ ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തുന്നു. 3ാമത്തെ ഘട്ടമാണ് നിലവിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് അവർക്ക് കണ്ടെത്തിയ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആ മേഖലയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. കാരണം പെട്ടെന്നത് സംഭവിച്ചോളുന്നില്ല. കാരണം നിലവിലുള്ള മേഖലയിൽ നിന്ന് പെട്ടെന്ന് മാറാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. കാരണം നമ്മളൊരു പുതിയ മേഖലയ്ക്ക് കയറുമ്പോൾ അവിടെ ഒരുപാട് അറിവില്ലായ്മകൾ ഉണ്ടായിരിക്കും, ഒരുപാട് അപരിചിതത്വങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ വരുമാനം കിട്ടണമെന്നില്ല. വരുമാനം കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും. ആ വരുമാനം കിട്ടാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു
ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. നമ്മൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട മേഖലയിലേക്ക് മാറുന്ന ആ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പ്രവർത്തിക്കുക. അവിടെ പിന്നോട്ടോ സൈഡിലോട്ടോ ഒന്നും നോട്ടമില്ല. പിന്നെ അവിടെ അങ്ങ് തകർക്കുക, അവിടെ അടിച്ചു പൊളിച്ച്, അല്ലെങ്കിൽ ഫുൾ പവറിൽ ഫുൾ ആയിട്ട് ഫ്ലറിഷ് ചെയ്യുക, ഫുള്ളായിട്ടുള്ള പൊട്ടൻഷ്യൽ അവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവിടെ ചെയ്യാനുള്ളത്. കാരണം ആ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പെർഫെക്റ്റ് ആയിരിക്കും. അത് ഓരോ ആൾക്കാർക്കും ഓരോ യുണീക്ക് ചേരുവ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചേരുവകളെല്ലാം കൂടിയിട്ടുള്ളൊരു മേഖലയാണ് അവരുടെ കൃത്യമായ മേഖല. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരായിരിക്കും അവിടെ പുലി, അവരായിരിക്കും അവിടുത്തെ മെയിൻ ആളുകൾ. അവർക്കൊരു കോമ്പറ്റീഷൻ എന്നുള്ള സംഭവം പോലും അവിടെ ഉണ്ടാവില്ല. കാരണം അത് അവരുടേതായ യുണീക്കായ ഒരു ഏരിയയാണ്, യുണീക്കായ ഒരു ചേരുവയോട് കൂടി ഏരിയയാണ്. അതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിലും ഇവരാവില്ല. കാരണം ഇവരുടെ ആ ചേരുവകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ എടുക്കുകയാണെങ്കിൽ, പുള്ളി യാത്രികനാണ്. അതുകൂടാതെ അത് വീഡിയോ എടുത്ത് നമ്മളെല്ലാവരും കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അതിനൊരു കൃത്യമായ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം നമുക്ക് തരുന്നുണ്ട്. അത് പുള്ളി ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് എടുക്കുന്നത്. അത് പിന്നീടും ഭാവിയിലോട്ടുള്ള ലോകത്തിനും എല്ലാം കാണിക്കാവുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹമല്ല വേറൊരാൾക്ക് വേറൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ട്രാവൽ എല്ലാവരും സെയിം ആണെങ്കിലും അതിൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ മേഖലയിലും ഓരോ ആളുകൾക്ക് അവരുടേതായ ഒരു യൂണീക്നെസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ കോമ്പറ്റീഷൻ അല്ല അവിടെ ഉണ്ടാവുക, അവിടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മേഖലയിൽ ഇവർക്ക് ആസ്വദിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. സന്തോഷ് ജോർജ് കുളങ്ങര പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ചെയ്യുന്ന കാര്യം പുള്ളിയുടെ ഫേസ് അതില്ലാത്തതുകൊണ്ടാവും. മൊത്തം ആ വീഡിയോസ്, അതായത് ആ സ്ഥലങ്ങളുടെ പിക്ചേഴ്സും വീഡിയോസും മാത്രമായതുകൊണ്ട് പുള്ളിക്ക് അത് ഏത് ലാംഗ്വേജിലും വേണമെങ്കിൽ ഏത് ലാംഗ്വേജിലും മാറ്റി അപ്ലോഡ് ചെയ്ത് അത് ഏത് ലാംഗ്വേജിലുള്ള ലോകം മുഴുവൻ കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് പുള്ളിക്ക് മാറ്റാൻ കഴിയും. പക്ഷെ അത് പുള്ളി ഒറ്റയ്ക്കാണത് ചെയ്തത്. അത് ഇന്നത്തെ ക്യാമറ അല്ല, പഴയ വലിയ ക്യാമറ ഉള്ളപ്പോഴും പുള്ളി ഒറ്റയ്ക്ക് ചെയ്തു. അപ്പോൾ അത് പുള്ളിയുടെ ഇൻട്രസ്റ്റാണ്. അല്ലെങ്കിൽ പുള്ളിയുടെ ഇൻട്രസ്റ്റുകളെല്ലാം കൂടെ കൂട്ടി പുള്ളിക്ക് ഇതിൻ്റെ ടെക്നിക്കുകളെല്ലാം അറിയാം, ക്യാമറ ഉപയോഗിക്കാൻ അറിയാം, ഡ്രൈവിങ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വെച്ച് പുള്ളി സ്വന്തമായിട്ടൊരു യുണീക്ക് ചേരുവ ഉണ്ടാക്കി പുള്ളിയുടെ ഒരു മേഖല സെറ്റ് ചെയ്തെടുത്തതാണത്. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സക്സസ് ആവുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതായത് നാലാമത്തെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും സക്സസ് ആവും. കാരണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ യേശുദാസിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പുള്ളി ഭക്ഷണം കഴിക്കുന്നത് പോലും എല്ലാം ഈ പാട്ടിന് വേണ്ടിയിട്ടാണ് പുള്ളിയുടെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറയാറുണ്ട്. പുള്ളിയും അഭിനയം അല്ലെങ്കിൽ പുള്ളിയുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ അഭിനയത്തിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇത്രയും കാലം നിൽക്കാൻ പറ്റും, ഇത്രയും ഒരു റിസൾട്ട് കൊടുക്കാനും ഇത്രയും ആ മേഖലയിൽ ശോഭിക്കാനും കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ സക്സസ് ആവും. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ഘട്ടം. ഈ അഞ്ചാമത്തെ ഘട്ടമാണ് സക്സസ്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് അവർക്ക് അവരുടെ ഡ്രീംസ് എല്ലാം ഹിഡൻ ആയിട്ട് കിടക്കുകയായിരിക്കും. അവർ ഏതോ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു കോൾ, അതായത് ഇന്നർ കോൾ വരുന്നുണ്ടെങ്കിലും, നമ്മളിങ്ങനെ അല്ലല്ലോ, ഇതല്ലല്ലോ എൻ്റെ സ്വപ്നം എന്ന് വരുന്നുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരു സ്വാഭാവികമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, ഒന്നിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് നാലാമത്തെ ഘട്ടം കഴിഞ്ഞിട്ട് വേണം അവർ അഞ്ചാമത്തെ ഘട്ടത്തിലോട്ട് കിടക്കാൻ. ഇതിൽ നമുക്കറിയാവുന്നതിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സന്തോഷ് ജോർജ് കുളങ്ങര രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന് വന്ന പോലെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കാരണം അദ്ദേഹത്തിന് ഒന്നാമത്തെ ഘട്ടം ഏകദേശം ക്ലിയർ ആയിരുന്നു. കാരണം ടെലിവിഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ടെലിവിഷൻ മേഖലയിൽ നല്ല പ്രശസ്തനാവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ടെലിവിഷൻ മേഖലയിൽ ഒരുപാട് മേഖലയുണ്ടല്ലോ. ഇപ്പോൾ അന്ന് ഡോക്യുമെൻ്ററി ഉണ്ട്, അന്ന് ഷോർട്ട് ഫിലിം ഉണ്ട്, സീരിയലുണ്ട്, പിന്നെ പല പല പാട്ടുകളോ, അങ്ങനെ പല പല മേഖലകളുണ്ട്. ഇതിലേതാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് സ്വന്തം തൻ്റെ മേഖല എന്ന് അദ്ദേഹം കുറേ അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഇതിനെല്ലാം പോയി അവിടെ തല്ലുകൂടണ്ട, അവിടെ കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് വിജയിക്കാൻ പറ്റിയ മേഖല അല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അവിചാരിതമായിട്ട് ട്രാവൽ മേഖലയിലേക്ക് എത്തിയതും അതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തിയതും. അപ്പോൾ ആ ഏകദേശം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷനാണ് എൻ്റെ മേഖല എന്നുള്ള ഏകദേശം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിൽ ഏതാണ് എടുക്കേണ്ടത്, അവിടെ എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിലൂടെയാണ് വളർന്നു വരേണ്ടത്, ടെലിവിഷൻ മേഖലയിൽ ഏതെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ടായിരുന്നത്. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹത്തിന് പിന്നീടുള്ള പരിശ്രമങ്ങളിലൂടെ ക്ലാരിറ്റി കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിൽ ഇത് ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മേഖലയിലേക്ക് ആണ് അദ്ദേഹം കയറിയത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ മൂന്നാമത്തെ ഘട്ടം, അതായത് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന വേറൊരു മേഖലയിലാണ്, എങ്ങനെയാണ് നമ്മൾ നിലവിലുള്ള മേഖലയിൽ നിന്ന് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കടക്കേണ്ടത് എന്നുള്ളതിനൊരു ഉദാഹരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ധോണിയാണ്, മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹത്തിന് ക്രിക്കറ്റാണ് തൻ്റെ മേഖല എന്നറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് റെയിൽവേയിലാണ്. റെയിൽവേയിൽ ടിക്കറ്റ് കളക്ടറോ അങ്ങനെ എന്തോയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നത്, അതായത് ജോലി ചെയ്യുന്ന നിലവിലുള്ള മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കടക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഈ റെയിൽവേയിൽ ജോലി ചെയ്തിട്ട് പിന്നീട് ക്രിക്കറ്റ് കളിക്കാനൊന്നും സമയം കിട്ടാത്ത അവസ്ഥ വന്നു. പിന്നീട് ഇപ്പോൾ സെലക്ഷന് വേണ്ടിയിട്ടുള്ള കളികൾക്ക് പോകുമ്പോൾ അവിടെ ഈ സെലക്ടേഴ്സ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ ഞാനൊരു കഥ കേട്ടത്, ഇദ്ദേഹം ഒരു കളിയിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം മൊത്തം നോക്കി എവിടെയാണ് ഈ സെലക്ടേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബൗണ്ടറിയുള്ള ബിൽഡിങ്ങിൽ ഒരു രണ്ടാമത്തെ ഏതോ നിലയിൽ ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങിലാണ് ഈ സെലക്ടേഴ്സ് ഇന്ന് കളി കാണുന്നത്. അപ്പോൾ ധോണി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ 6 അടിച്ചു. അതായത് അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ 6 അടിച്ച് ആ ഗാലറി, അതായത് ഈ സെലക്ടേഴ്സ് ഇരിക്കുന്ന ആ ഗ്ലാസ് പൊട്ടിച്ചു, അല്ലെങ്കിൽ 6 അടിച്ച് ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവർ പ്രത്യേകം കണ്ടു, ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ സെലക്ട് ചെയ്തു. അപ്പം അങ്ങനെ നിലവിലുള്ള മേഖലയിൽ നിന്ന് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മാറിയ ഒരു ഉദാഹരണം എനിക്ക് ധോണിയാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ മമ്മൂക്കയുടെ കഥ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹം വക്കീലായിരുന്നു, അദ്ദേഹത്തിന് സിനിമയാണ് ഇഷ്ടമെന്നറിയാം, ഇഷ്ടപ്പെട്ട മേഖല അറിയാം, പക്ഷേ വേറെ മേഖലയിലാണ്. അപ്പോൾ വേറെ സംശയമൊന്നുമില്ല, അവിടേക്ക് എത്തണം എന്നുള്ളതാണ്, അല്ലാണ്ട് വേറെ അന്വേഷണത്തിനൊന്നും ആവശ്യമില്ല, ഇവിടെ എത്തുക എന്നുള്ളതാണ് ഒറ്റ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുള്ളിക്ക് സിനിമാക്കാരെയും അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം, കാരണം പുള്ളി എല്ലാം ഇതിനോട് അത്രയും പാഷനായിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി നിരന്തരമായിട്ടുള്ള ശ്രമത്തിലൂടെ പുള്ളി ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു. മൂന്നാമത്തെ ഘട്ടത്തിലൂടെ സക്സസ് ആയ ഒരാളായിട്ടാണ് എനിക്ക് മമ്മൂക്കയുടെ സ്റ്റോറി കണ്ട് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് നാലാമത്തെ ഘട്ടത്തിലേക്ക് ഡയറക്റ്റായിട്ട് വന്ന ആളുകൾ എനിക്ക് തോന്നുന്നത് മോഹൻലാൽ, സച്ചിൻ ടെണ്ടുൽക്കർ. കാരണം മോഹൻലാൽ ഡിഗ്രി കഴിഞ്ഞ് അദ്ദേഹം ഡയറക്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനുശേഷം അദ്ദേഹം നേരെ അഭിനേതാവുകയും ഡയറക്റ്റ് ചെയ്യുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ആ സിനിമയിൽ അഭിനേതാവ് എന്ന റോളിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മളെല്ലാം ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഇതാണ്, അദ്ദേഹം ഡയറക്റ്റ് 4ാമത്തെ സ്റ്റേജിലോട്ട് വന്ന ആളാണ്. അതുപോലെ വേറെ ഉദാഹരണം എനിക്ക് തോന്നുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. അദ്ദേഹം ഇതുപോലെ 10ാം ക്ലാസ് അദ്ദേഹം ആ സമയത്ത് തന്നെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകാനും പിന്നെ അതിനുശേഷം പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കും അദ്ദേഹം സെലക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും വേറെ മേഖലയിലൂടെ സഞ്ചരിക്കേണ്ടി വരികയോ അതിലൂടെ കഷ്ടപ്പെട്ട് ഏതാണ് എൻ്റെ മേഖല, 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഘട്ടം ഇല്ല. ശരിക്കും 4ാമത്തെ ഘട്ടത്തിലേക്ക് അദ്ദേഹം ഡയറക്റ്റായിട്ട് ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കടക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഒരു കണക്കിനൊരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് 4ാമത്തെ ഘട്ടത്തിലേക്ക് കയറുകയും അതിലൂടെ സഞ്ചരിച്ച് സക്സസ് ആവുകയും ചെയ്ത ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതിന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിൽ നിങ്ങൾ 1ാമത്തെയോ 2ാമത്തെയോ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ സ്റ്റേജിൽ നിന്ന് 5ാമത്തെ, അതായത് സക്സസ്ഫുൾ ആവാൻ കഴിയുന്നില്ല, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്
ഗയാവുഡ് ഒരുക്കുന്ന ഡിസ്കവർ യുവർ ഗോൾ എന്ന കോഴ്സ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സ്വപ്നത്തിൽ നിന്ന് ലക്ഷ്യം കണ്ടെത്തുകയും നിങ്ങൾ പ്രവർത്തിക്കേണ്ട യഥാർത്ഥമായ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന മേഖല കണ്ടെത്താനും ഉള്ള ഒരു കോഴ്സാണ് ഡിസ്കവർ യുവർ ഗോൾ എന്ന ഈ കോഴ്സ്. അതിനുശേഷം നിങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് മാറേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് 4ാമത്തെ ഘട്ടത്തിലേക്ക് കയറുന്ന ആളുകൾക്ക് ഒരു കണക്കിന് വളരെ സുഖകരമായൊരു ജീവിതമായിരിക്കും അവർക്ക് ജീവിക്കാൻ ലഭിക്കുന്നത്. കാരണം അവർ ഡയറക്റ്റ് എത്തിച്ചേരുന്നത് അവർക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും കഴിയുന്ന മേഖലയിലാണ്. എന്നാൽ 1ാമത്തെ ഘട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ ജീവിതം, അദ്ദേഹം സക്സസ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ ഇൻസ്പിറേഷനും മോട്ടിവേഷനുമാണ് ആ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾക്കും തീവ്രത ഉണ്ടായിരിക്കും. ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ജനങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആ വാക്കുകളുടെ ഒരു തീവ്രതയും ശക്തിയും ഒരുപാട് പേർക്ക് സക്സസ്ഫുൾ ആയ ലൈഫിലേക്ക് ഉള്ള ഒരു പ്രചോദനവുമാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണെങ്കിലും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.